ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ട്രാക്ടറിന്റെ ലിഫ്റ്റ് ആം 2 നമ്പർ 2 ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്. നമുക്ക് ആദ്യം ലൈൻ ചൂസ് ചെയ്യാം. ലൈൻ സർ ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. ആർക്ക് again ലൈൻ, ഈ ലൈൻ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ ലൈനും ലൈൻ സെലക്ട് ചെയ്യാം. മിഡ് പോയിന്റ് സെലക്ട് ചെയ്യാം. മിഡ് പോയിന്റ് ആക്കാം. സർക്കിളിന്റെ ഒറിജിൻ പോയിന്റ് സെലക്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ആക്കാം. ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 20 mm. ഈ ലൈൻ 20 mm. ടോട്ടൽ ലെങ്ത് 60 mm. ആർക്ക് വന്നിട്ട് 20 mm. റേഡിയസ് ഈ ലൈൻ തൊട്ടിട്ട് സെന്റർ പോയിന്റ് വരെ 70 mm. ഈ ലൈൻ ടാൻജന്റ്. അതുപോലെ തന്നെ ഈ ലൈൻ ടാൻജന്റ്. ഇനി നമുക്ക് നേരെ ഫീച്ചേഴ്സ്, എക്സ്ട്രൂഡ്, ബ്ലൈൻഡ്, മിഡ് പ്ലെയിൻ ആക്കുക. 65 mm. ഓക്കെ, ഈ ഫേസ് സെലക്ട് ചെയ്യുക. നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ പോയിന്റ് റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 12.5 mm. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 12.5 mm. ഈ ലൈൻ തൊട്ടിട്ട് 12.5 mm. ഓക്കെ, ഫിനിഷ്. ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ്, കട്ട്, ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫേസ് സെലക്ട് ചെയ്യാൻ നോർമൽ ടു സ്കെച്ച്, സർക്കിൾ, ഇതിന്റെ സെൻറ്റർ പോയിന്റിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഡയമീറ്റർ 20 mm ഡയമീറ്റർ. ഫിനിഷ്. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ്, കട്ട്, മിഡ് ഡയറക്ഷന് മിഡ് ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, കട്ടിങ് ആയിട്ടുണ്ട്. അഗൈൻ സൈഡ് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് ചെയ്യാം. ഇനി നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിൾ, ഡയമീറ്റർ 60 mm. ഡയമീറ്റർ സെൻറ്റർ പോയിന്റ് തൊട്ടിട്ട് ഈ സർക്കിളിന്റെ
പോയിന്റ് എടുക്കാം. പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡയമെൻഷൻ ഈ പോയിന്റ് വരെ 328 mm. 328 mm. പോയിന്റും ഒറിജിൻ പോയിന്റും ഹൊറിസോണ്ടൽ റിലേഷൻ. ഓക്കെ. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് ബോസിൽ ഓഫ്സെറ്റ് 120 mm. 120 mm. ഓക്കെ. ഫ്ലിപ്പ് സൈഡ് ബ്ലൈൻഡിൽ റിവേഴ്സ് ഡയറക്ഷൻ 55 mm. ഓക്കെ. ആംഗിളിൽ 10 ഡിഗ്രി. ഓക്കെ. അതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സ്ലോട്ട് സെൻറ്റർ പോയിന്റ് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. ഡയമെൻഷനിൽ ഈ ലൈൻ 40 mm ഡയമെൻഷൻ. റേഡിയസ്. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 26 mm. 26 mm. Mid plane and mid plane. ഈ മിഡ് പ്ലെയിനും ഒറിജിൻ്റെ മിഡ് പ്ലെയിനും മിഡ് പ്ലെയിൻ ആൻഡ് മിഡ് പ്ലെയിൻ. ഹൊറിസോണ്ടൽ. ഓക്കെ. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് ബോസ് ബേസ്, സർഫേസ് ഫേസ് പ്ലെയിൻ. സർഫേസ് സെലക്ട് ചെയ്യാം. ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. ബ്ലൈൻഡ് മാറ്റിയിട്ട് ഓഫ്സെറ്റ് ഫ്രം സർഫേസ് കൊടുക്കാം. ഓഫ്സെറ്റ് ഫ്രം സർഫേസ് 200 mm. ഓക്കെ. 200 mm ഓഫ്സെറ്റ് ഫ്രം സർഫേസ് ദിസ് സർഫേസ്. ഓക്കെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അഗെയിൻ ഈ ഫേസ് സെലക്ട് ചെയ്യുക. നോർമൽ ടു സ്കെച്ച് സർക്കിൾ 50 mm. സ്മാർട്ട് ഡയമെൻഷൻ 50 mm. ഓക്കെ. ഫീച്ചേഴ്സിൽ സ്വീപ്പ് ബോസ് ബേസ്, ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നേരെ ലൂപ്റ്റഡ് ബോസ് ബേസിൽ പോവാം. ഈ സ്കെച്ച് സെലക്ട് ചെയ്യാം. അഗൈൻ ഈ സ്കെച്ച്. ഓക്കെ. കൊടുക്കാം. മെറ്റീരിയൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിലേറ്റ് ആഡ് ചെയ്യാം. ഫിലേറ്റ് 3 mm.
3 mm, E face, down face, this down face, E face, this. Okay, കൊടുക്കാം. Okay, close. Fillet, face select ചെയ്യാം, E face select ചെയ്യാം, E face select ചെയ്യാം, down face. Okay, again fillet, 3 mm, E face select ചെയ്യാം, E corner select ചെയ്യാം. Okay, okay. Again fillet, 3 mm. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് നോർമൽ ടു സ്കെച്ച് സർക്കിൾ എടുക്കാം, സെൻറ്ററിൽ സർക്കിൾ, സ്മാർട്ട് ഡയമെൻഷൻ 30 mm, ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് 10 mm ഓൺലി. ഓക്കെ, നമ്മുടെ ലിഫ്റ്റ് ആം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗോ ടു അപ്പിയറൻസ്, സ്റ്റീലിൽ ബ്രഷ്ഡ് സ്റ്റീൽ സെലക്ട് ചെയ്യാം, വ്യൂ മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.